എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കണക്കത്തെ ഒരു പപ്പയ്ക്ക എടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇതിലിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. പപ്പയ്ക്ക നന്നായിട്ട് ഇതേ കണക്ക് അരിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ സൈസ് സവാള എടുത്തിട്ട് ഇത്ര കട്ടി കൂടുതലായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വേവാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആദ്യം കുറച്ച് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാം. ജാറിലോട്ട് നമുക്കൊരു 7 ചെറിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് ഇതേ കണക്കൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. ജീരകം കൂടി പോകേണ്ട ഒരു 1/4 ടീസ്പൂൺ ജീരകം മതി. അതും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണക്ക് ചതച്ചെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ചൊരു 1 2 ഒരു 3 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് ഒരുപാട് അരഞ്ഞു പോരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇത് ഇങ്ങനെ ചതച്ച് മാത്രം എടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോരുത് തേങ്ങ. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിത് കടുക് താളിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിൽ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം കടുക് ചേർത്ത് കൊടുക്കാം. പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഉള്ളി ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് തോരത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തോരത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് വരാൻ ചെറിയൊരു സവാളയാണ് അരിഞ്ഞിട്ടത്. നിങ്ങൾ ഒരു 6 ചെറിയ ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ചാൽ മതി. ഇത് പെട്ടെന്ന് വയ്ക്കാൻ പറ്റിയ ഒരു തോരനാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. എന്നിട്ട് എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മൈലാഞ്ചി പാട്ടിൻ കൂട്ടുകൂടും നേരം